എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം അധ്യാത്മ ദർശനത്തിലേക്ക് സ്വാഗതം. മനുഷ്യ മനസ്സുകളിൽ അന്തർലീനമായിരിക്കുന്ന വാസനകളിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ മാനുഷിക തലങ്ങളെ തിരിച്ചറിയാതെ പോവുക എന്നുള്ളത് തന്നെയാവും. മനസ്സിൽ എപ്പോഴും നന്മയുള്ള ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാൻ സാധിക്കും. നിത്യവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം അറിയാതെ തന്നെ നന്മയും തിന്മയും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ തോന്നുന്നുണ്ടാവും, ദൈവമേ ഇത് എപ്പോഴാണോ ഈ വാർ പ്രഖ്യാപിച്ചത്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. പല കാര്യങ്ങളിലേക്കും നമ്മൾ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നോ എന്നൊരു ധ്വനി നമ്മുടെ ഉള്ളിൽ കേൾക്കുന്നുണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ അത് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ചെയ്യൂ, അത് വിജയിക്കും എന്ന് പറയുന്ന നമ്മുടെ മനസാക്ഷി അല്ലെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു സംസാരം പലപ്പോഴും നമ്മൾ കേട്ടാൽ പോലും പലരും അതിന് ചെവി കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അന്തരാത്മാവിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അതിൽ അറിവായി നിൽക്കുന്ന ആ ജ്ഞാനത്തെ തിരിച്ചറിയുന്ന എല്ലാവരിലേക്കും എന്തുണ്ടാവും? വിവേകബുദ്ധിയും ചിന്താശക്തിയും വർദ്ധിച്ചു വരും. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മജ്ഞാനം അല്ലെങ്കിൽ ആ ജ്ഞാനത്തെ, അറിവിനെ തിരിച്ചറിയാതെ കണ്ട് അറിവിന് വേണ്ടി ഒരുപാട് അലഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിലേക്ക് എത്തുന്ന അറിവുകളെ സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നാം സ്വയം നമ്മെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ നന്മ തിന്മകളെ നമ്മൾ തന്നെ വിവേചന ബുദ്ധിയോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അറിവാണ് ഏതൊരു മനുഷ്യനും പ്രധാനമുള്ള ഒരു തലം. അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് അജ്ഞത കൊണ്ട് ഒരു ലോകം കെട്ടിപ്പടുക്കാം, അല്ലെങ്കിൽ ഒരു സ്വപ്ന സൗധം പണിയാൻ സാധിക്കും. പക്ഷെ ചിലര് അജ്ഞത കൊണ്ട് ജീവിതത്തിൽ വിജയിക്കുന്നവർ ഉണ്ടാവും. മനസ്സിനെ ഏകീകരിച്ചുകൊണ്ട്, മനസ്സിനെ ഏകാഗ്ര ചിന്തയിൽ നിലനിർത്തിക്കൊണ്ട്, ജീവിതത്തിന്റെ അന്തർധാരയിൽ നിന്നുകൊണ്ട് ആത്മസത്തിനെ തിരിച്ചറിയാൻ എത്ര പേർക്ക് സാധിക്കും? സംശയിക്കേണ്ട, എല്ലാവർക്കും സാധിക്കും. ഏകാഗ്രതയും ചിന്താശേഷിയും നമുക്കെപ്പോഴും കൈമുതലായി വേണമെന്ന് മാത്രം. അറിവാകുന്ന ജ്ഞാനം അകതാരിൽ ഉരുവായി നിൽക്കുമ്പോൾ അടുത്തറിയുന്ന ആ ജ്ഞാനത്തെ നമ്മൾ അറിവായി അല്ലെങ്കിൽ ജ്ഞാനമാക്കി ആ ജ്ഞാനത്തെ വിവേചനാശക്തിയോട് കൂടി വേർതിരിച്ച് ജീവിത വിജയത്തിലേക്ക് നേടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് ആ അറിവ് കൊണ്ട് നമുക്ക് വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ മൂല്യമുണ്ടാവുന്നു. ശരിയല്ലേ? ആലോചിച്ച് നോക്കും. അപ്പൊ ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.